മറ്റു പരിപാടികളൊന്നും നടക്കാത്ത മഴ പണിയുന്ന ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തിയപ്പോൾ വാഹനങ്ങളുടെ നല്ല തിരക്ക്. പിന്നെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ബീച്ചിലൂടെ പതിയെ നടക്കാൻ തുടങ്ങി. ബീച്ചിൻ്റെ മനോഹാരിത കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് വൈകുന്നേരങ്ങളിലാണ്. അതുകൊണ്ട് എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ചെന്നു. മെയിനായിട്ട് ഈ ബീച്ചിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ട്. ആ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ഭരണിക്കകത്ത് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് കഴിച്ചു നോക്കി. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മൊജിറ്റോയും പിന്നെ ഒരു ഓറഞ്ച് ലൈമും കുടിച്ചു. ഒരു രക്ഷയുമില്ല, സംഭവം സെറ്റായി. പിന്നെ ബീച്ചിലൂടെ കുറേ നടന്നു. അവിടുത്തെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞപ്പോൾ സമയം നോക്കിയപ്പം കുറച്ച് ലേറ്റായി. ഇവിടെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. എന്നാലും വൈകുന്നേരത്തെ ഫുഡ് കഴിക്കണ്ടേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ബീച്ച് സൈഡിലുള്ള ഫുഡ് സ്പോട്ടിലേക്ക് എത്തി. അവിടെ നല്ല അൽഫാമും ഷവർമയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റൂമിൽ പോയി കഴിക്കാമെന്ന് വെച്ചിട്ട് അൽഫാമും പാർസലും മേടിച്ചു. അപ്പോൾ അവിടുത്തെ ഓണറുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം 24 വർഷമായിട്ട് ഇവിടെ കട നടത്തുവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. കോഴിക്കോടിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ഹാരിസ്.